വീണ്ടും ഒരു തവണ കൂടി മലയാളത്തിലെ ബിഗ് ബോസ് സീസൺ അവസാനിച്ചിരിക്കുകയാണ്. പ്രേക്ഷകരുടെ പ്രവചനങ്ങളെല്ലാം കാറ്റിൽ പറത്തിയൊരു സീസൺ ആയിരുന്നു ഇത്തവണ. ഒന്ന് മാറ്റിപ്പിടിക്കാം എന്ന ഡയലോഗുമായി വന്ന ഷോ ശരിക്കും അത് തന്നെയാണ് ചെയ്തത്. ഈ സീസണിലെ ഏറ്റവും കൂടുതൽ കണ്ടന്റുകളും നൽകിയ ജാസ്മിന് വിജയിക്കുമെന്ന് എല്ലാവരും കരുതി. എന്നാൽ 3ാം സ്ഥാനമാണ് ജാസ്മിന് ലഭിച്ചത്. ഈ സീസണിലെ ബിസിനസ് മൊത്തം ജാസ്മിനിലൂടെയാണ് ഉണ്ടാക്കിയതെന്ന് പറയുകയാണ് ഫിറോസ് ഖാന്. മുൻ ബിഗ് ബോസ് താരം കൂടിയായ ഫിറോസ് ജാസ്മിന് വിജയിക്കുമെന്ന് വിചാരിച്ചിരുന്ന ആളാണ്. ഇപ്പോഴിതാ താരത്തെ കുറിച്ച് വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലൂടെ ഫിറോസ് തുറന്നു പറയുകയാണ്. ജാസ്മിന് കപ്പ് കൊടുക്കണമെന്ന് പറയാനുണ്ടായ കാരണത്തെക്കുറിച്ചാണ് ഫിറോസ് സംസാരിച്ചത്. ഈ സീസണിന്റെ അവസാനത്തെ 1-2 എപ്പിസോഡ് ഒഴികെ ബാക്കിയെല്ലാം ഞാന് കണ്ടിരുന്നു. തുടക്കത്തിലെ ഫൈനലില് എത്തുമെന്ന് ഞാന് പറഞ്ഞ ആളുകള് തന്നെയാണ് ഇത്തവണ എത്തിയത്. പക്ഷെ അവരുടെ സ്ഥാനങ്ങള് മാറിപ്പോയി. ഏറ്റവും മോശം സീസൺ ആയിരുന്നു ഇത്തവണ. ബിഗ് ബോസിന് പറ്റിയ മത്സരാർത്ഥികൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ജാസ്മിന് ആദ്യമേ ഈ വൃത്തികെട്ട ലവ് സ്ട്രാറ്റജിയിലേക്ക് പോയില്ലായിരുന്നെങ്കിൽ നല്ല മത്സരാർത്ഥിയായിരുന്നു. പക്ഷെ തുടക്കത്തിലെ അവൾ ഒരു നെഗറ്റീവിലേക്ക് പോയി. കഴിഞ്ഞ ബിഗ് ബോസുകളെ അപേക്ഷിച്ച് ഇത്തവണ ആരുടെ പേരും എടുത്തു പറയാന് പറ്റില്ല. എങ്കിലും തമ്മില് ഭേദം തൊമ്മന എന്ന് തോന്നിയത് ജാസ്മിനാണ്. കാരണം ജാസ്മിന്റെ ഏറ്റവും മോശം വശങ്ങള് ഇവര് ചിത്രീകരിച്ച് കാണിച്ചു. ഒരാൾക്ക് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അതെങ്ങനെ വേണമെങ്കിലും നമുക്ക് കാണിക്കാം. ജാസ്മിന് ചെയ്തതെല്ലാം നെഗറ്റീവ് മാത്രമാണോ? എന്നാൽ പുറത്ത് കാണിച്ചതൊക്കെ അത് മാത്രമാണ്. കുളിക്കുന്നില്ല, വൃത്തിയില്ല, ചായയില് തുമ്മുന്നു, ഇതൊക്കെയാണ് കാണിച്ചത്. അവരൊരു സ്ത്രീ കൂടിയായതിനാല് ഇത് വലിയ രീതിയിൽ ബാധിക്കും. ഒന്നുമില്ലെങ്കിൽ ഇതൊക്കെ അവളുടെ വീട്ടുകാരെ പോലും വലിയ രീതിയിൽ ബാധിക്കും. പിന്നെ ലവ് സ്ട്രാറ്റജിയാണ് അവര് ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എന്നാൽ 24 മണിക്കൂറും നമ്മൾ കണ്ടോണ്ട് ഇരുന്നതും അത് തന്നെയാണ്. ആ സ്ക്രീൻ സ്പേസ് മുഴുവൻ എടുത്തതും ഇവരാണ്. ഇവരെ വെച്ചാണ് ബിസിനസ് ചെയ്തതും. തീർച്ചയായിട്ടും ഈ സീസണ് കൊണ്ടുപോയത് ഒരാളാണ്. നെഗറ്റീവ് കാണിച്ചാലും അതൊരു ഗെയിമാണ്. ജാസ്മിനെ പോലെ തനിക്കിഷ്ടം തോന്നിയ മത്സരാർത്ഥികളില് ഒരാള് ജിൻഡോയാണെന്നും ഫിറോസ് കൂട്ടിച്ചേർത്തു. എന്നിരുന്നാലും അദ്ദേഹം ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ലായിരുന്നു എന്നാണ് താരം പറയുന്നത്.